പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ബിസിനസ് മേഖലയിൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഉപയോഗം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്പ്രെഡ്ഷീറ്റിന് ബിസിനസ്സിൽ നിരവധി സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഡാറ്റ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ നിർമ്മിത ഫംഗ്ഷനുകൾ സ്പ്രെഡ്ഷീറ്റുകളിൽ ലഭ്യമാണ്. അക്കൗണ്ടിംഗ് യൂസേഴ്സിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഡാറ്റകളെ ഗ്രാഫുകളുടെയും ചാർട്ടുകളുടെയും രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടുകഴിഞ്ഞു. ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങളിൽ ശമ്പളം നിർണ്ണയിക്കുന്നതിനും ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നതിനും വായ്പാ തിരിച്ചടവ് പട്ടിക തയ്യാറാക്കുന്നതിനും സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. ബിസിനസ് രംഗത്ത് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഈ കഴിവുകൾ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നോക്കാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പേറോൾ അക്കൗണ്ടിംഗ് ആണ്. പേറോൾ അക്കൗണ്ടിംഗ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ജീവനക്കാരുണ്ട്. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. ആ ജീവനക്കാർക്ക് പ്രതിഫലവും ആനുകൂല്യങ്ങളും നിർണയിച്ച് നൽകുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പേറോൾ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ജോലികളാണ് അവർ ചെയ്യുന്നത്. ആ ജീവനക്കാരുടെ പ്രതിഫലവും അവർക്കുള്ള ആനുകൂല്യങ്ങളും നിർണയിച്ച് നൽകുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശമ്പള നിർണയ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പേറോൾ എന്നാൽ എന്താണ്? പേറോൾ ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ ഫേം to show the detailed calculations of salaries of employees. Payroll is a statement prepared by the firm to show the detailed calculation of salaries of employees. ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിശദമായ കണക്കുകൂട്ടലുകൾ കാണിക്കാൻ സ്ഥാപനം തയ്യാറാക്കിയ ഒരു പത്രികയാണ് പേറോൾ. ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിശദമായ കണക്കുകൂട്ടലുകൾ കാണിക്കാൻ സ്ഥാപനം തയ്യാറാക്കിയ ഒരു പത്രികയാണ് പേറോൾ. ആദ്യത്തെ പോയിന്റ് ഇതാണ്. എന്താണ് പേറോൾ? പേറോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലുള്ള ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിശദമായ കണക്കുകൂട്ടലുകൾ കാണിക്കാൻ തയ്യാറാക്കിയ ഒരു പത്രികയാണ്. ഒരു ഗവൺമെൻറ് ജീവനക്കാരന് പ്രതിഫലമായി മാസം തോറും ശമ്പളം ലഭിക്കുന്നു. ശമ്പളത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത, ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ വീട്ടുവാടക ബത്ത. ഇതിനു പുറമെ മറ്റു അലവൻസുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഈ തുകയിൽ നിന്നും കിഴിവ് വരുത്തുന്ന ധാരാളം ഇനങ്ങളുണ്ട്. ഒരു ജീവനക്കാരൻ്റെ ശമ്പളം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുമുള്ളത് ഒന്ന് അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത, ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ ഹൗസ് റെന്റ് അലവൻസ്. ഇതൊക്കെ എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും കിട്ടാറുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് വരുമാനമാണ്. എന്നാൽ ഈ തുകയിൽ നിന്നും
കിഴിവ് വരുത്തുന്ന ധാരാളം ഇനങ്ങളുണ്ട്. ഉദാഹരണം PF, റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ, PF ലോണിൻ്റെ തിരിച്ചടവ്, LIC, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഇങ്ങനെയുള്ള കിഴിവുകൾ കുറച്ചതിന് ശേഷമുള്ള തുകയാണ് ഒരു ജീവനക്കാരന് മാസം തോറും ലഭിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിവിധ ഘടകങ്ങൾ കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു പത്രികയാണ് പേറോൾ അല്ലെങ്കിൽ ശമ്പള പട്ടിക. ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിവിധ ഘടകങ്ങൾ കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു പത്രികയാണ് പേറോൾ. എന്താണ് പേറോൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared by the firm to show the detailed calculations of salaries of employees. ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വിശദമായ കണക്കുകൂട്ടലുകൾ കാണിക്കാൻ സ്ഥാപനം തയ്യാറാക്കിയ ഒരു പത്രികയാണ് പേറോൾ. ഒരു ജീവനക്കാരൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ കുറേ വരുമാനങ്ങളുണ്ട്. വരുമാനങ്ങളുടെ മൊത്തം തുകയിൽ നിന്നും കിഴിവ് വരുത്തുന്ന ധാരാളം ഇനങ്ങളുണ്ട്. അത് വളരെ വിശദമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശമ്പളത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം? ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പേറോൾ കോമ്പോണൻസ്, ശമ്പളത്തിൻ്റെ ഘടകങ്ങൾ. പ്രധാനമായും ഈ പേറോളിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പേറോൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പേറോളിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഏണിങ്സ്, ഒന്ന് വരുമാനങ്ങൾ, രണ്ട് ഡിഡക്ഷൻസ്, കിഴിവുകൾ. ശമ്പളത്തെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വരുമാനങ്ങളെന്നും കിഴിവുകളെന്നും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ശമ്പളത്തിനെ രണ്ടായി തരംതിരിക്കാം. വരുമാനവും കിഴിവുകളും. വരുമാനങ്ങൾ, രണ്ട് കിഴിവുകൾ. പേറോളിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വരുമാനങ്ങൾ, രണ്ട് കിഴിവുകൾ. ഏതൊക്കെയാണ് ഒരു ശമ്പളത്തിലെ വരുമാന ഘടകങ്ങളെന്ന് നമുക്ക് നോക്കാം. ഏണിങ്സ്, വരുമാനങ്ങൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വരുമാനത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബേസിക് പേ. ബേസിക് പേ, അടിസ്ഥാന ശമ്പളം എന്നാണ് ഇതിനെ നമുക്ക് പറയുന്നത്. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലുടമകൾ നൽകുന്ന ഒരു നിശ്ചിത തുകയാണ് ബേസിക് പേ. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലുടമകൾ നൽകുന്ന നിശ്ചിത തുകയാണ് ബേസിക് പേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം മറ്റു പല ഘടകങ്ങളും ഈ തുകയെ അടിസ്ഥാനമാക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ബേസിക് പേയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പേറോളിലെ പല ഘടകങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താണ് ബേസിക് പേ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പേ ഇൻ ദ പേ സ്കെയിൽ. ശമ്പള സ്കെയിലിലുള്ള ശമ്പളമാണ് അടിസ്ഥാന ശമ്പളം. It is the standard rate of pay before any extras are added or deducted. It is the standard rate of pay before any extras are added or deducted. എന്തെങ്കിലും അധികം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പുള്ള അടിസ്ഥാന ശമ്പള നിരക്കാണ് ബേസിക് പേ. അടിസ്ഥാന ശമ്പളം എന്നാൽ എന്ത്? ഇത് ശമ്പള സ്കെയിലിലുള്ള ശമ്പളമാണ്. ഇത് ശമ്പള സ്കെയിലിലുള്ള ശമ്പളമാണ്. എക്സ്ട്രാ ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പുള്ള അടിസ്ഥാന ശമ്പള നിരക്കാണ് ബേസിക് പേ. ശമ്പള സ്കെയിലിലുള്ള ശമ്പളമാണ് അടിസ്ഥാന ശമ്പളം. അധികം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പുള്ള അടിസ്ഥാന ശമ്പള നിരക്കാണ് ബേസിക് പേ.
ഒന്നാമത്തത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു പല ഘടകങ്ങളും, വരുമാനത്തിൻ്റെയും കിഴിവുകളുടെയും പല ഘടകങ്ങളും കണ്ടുപിടിക്കുന്നത് ബേസിക് പേ അടിസ്ഥാനമാക്കിയിട്ടാണ്. രണ്ടാമത്തത് ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത. ക്ഷാമബത്ത എന്താണ് ഡിയർനെസ് അലവൻസ്? It is the amount paid to the employee for the cost of living adjustment allowance. It is the amount paid to employee for the cost of living adjustment allowance. ജീവിത ചെലവ് ക്രമീകരണ അലവൻസിനായി ജീവനക്കാരന് നൽകുന്ന തുകയാണ് ക്ഷാമബത്ത. ജീവിത ക്രമീകരണ അലവൻസിനായി ജീവനക്കാരന് നൽകുന്ന തുകയാണ് ക്ഷാമബത്ത. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു ദ എംപ്ലോയി ഫോർ ദ കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ്. ഇതിനൊരു മറ്റൊരു ആൻസർ കൂടി നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് ഈസ് ദ കോമ്പൻസേഷൻ ഫോർ റിഡക്ഷൻ ഇൻ പർച്ചേസ് പവർ ഓഫ് മണി ഡ്യൂ ടു പ്രൈസ് റൈസ്. ഇറ്റ് ഈസ് ദ കോമ്പൻസേഷൻ ഫോർ റിഡക്ഷൻ ഇൻ പർച്ചേസ് പവർ ഓഫ് മണി ഡ്യൂ ടു പ്രൈസ് റൈസ്. വിലക്കയറ്റം മൂലം പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുന്നതിനുള്ള ഒരു നഷ്ടപരിഹാരമാണ് ക്ഷാമബത്ത. വിലക്കയറ്റം മൂലം പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുന്നതിനുള്ള നഷ്ടപരിഹാരമാണ് ക്ഷാമബത്ത. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ വർഷത്തിൽ 2 പ്രാവശ്യം ക്ഷാമബത്ത ഗവൺമെൻറ് ജീവനക്കാർക്ക് അനുവദിക്കാറുണ്ട്. അടുത്തത് ഡിയർനെസ് പേ. ഡിയർനെസ് പേ. It is the part of dearness allowance which is merged with the basic pay. It is the part of dearness allowance which is merged with the basic pay. അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിച്ച ക്ഷാമബത്തയുടെ ഭാഗമാണ് ഡിയർനെസ് പേ. ക്ഷാമവേതനം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയാം. അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിച്ച ക്ഷാമബത്തയുടെ ഭാഗമാണ് dearness pay. It is the part of dearness allowance which is merged with the basic pay. അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിച്ച ക്ഷാമബത്തയുടെ ഭാഗമാണ് ക്ഷാമവേതനം. ക്ഷാമവേതനം അല്ലെങ്കിൽ dearness pay. നെക്സ്റ്റ് ഗ്രേഡ് പേ. ഗ്രേഡ് പേ. It is the amount to be added to basic pay according to the designation of employee. It is the amount to be added with the basic pay according to the designation of employee. ജീവനക്കാരൻ്റെ ഉദ്യോഗ പദവിക്ക് അനുസരിച്ച് അടിസ്ഥാന ശമ്പളവുമായി കൂട്ടേണ്ട തുകയാണ് ഗ്രേഡ് പേ. ജീവനക്കാരൻ്റെ ഉദ്യോഗ പദവിക്കനുസരിച്ച് അടിസ്ഥാന ശമ്പളവുമായി കൂട്ടുന്ന അല്ലെങ്കിൽ കൂട്ടേണ്ട തുകയാണ് ഗ്രേഡ് പേ. ജീവനക്കാരുടെ ഉദ്യോഗ പദവി അനുസരിച്ച് അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ചേർക്കേണ്ട അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളവുമായി കൂട്ടേണ്ട തുകയാണ് ഗ്രേഡ് പേ. ഗ്രേഡ് പേ. ഹൗസ് റെൻ്റ് അലവൻസ്. നെക്സ്റ്റ് വന്നതാണ് ഹൗസ് റെൻ്റ് അലവൻസ്. HRA, ഹൗസ് റെൻ്റ് അലവൻസ്. It is the amount paid to employee for the residential accommodation. It is the amount paid to employee for the residential accommodation. പാർപ്പിട സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരന് നൽകുന്ന തുകയാണ് ഹൗസ് റെൻ്റ് അലവൻസ്. It is the amount paid to employees for the residential accommodation. പാർപ്പിട സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് ഹൗസ് റെൻ്റ് അലവൻസ്. വീട്ടുവാടക ഭത്ത. വീട്ടുവാടക ഭത്ത. നെക്സ്റ്റ് ട്രാവലിംഗ് അലവൻസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു എംപ്ലോയി ഫോർ ദി പർപ്പസ് ഓഫ് ട്രാവലിംഗ് ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസിഡൻസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു എംപ്ലോയി ഫോർ ദ പർപ്പസ് ഓഫ് ട്രാവലിംഗ് ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസിഡൻസ്. ജോലിസ്ഥലത്തിനും താമസ സ്ഥലത്തിനുമിടയിൽ യാത്ര ചെയ്യുന്നതിനായി ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് യാത്രാ അലവൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു എംപ്ലോയി ഫോർ ദ പർപ്പസ് ഓഫ് ട്രാവലിംഗ് ബിറ്റ്വീൻ പ്ലേസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് റെസിഡൻസ്.
ജോലിസ്ഥലത്തിനും താമസ സ്ഥലത്തിനുമിടയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തിനായി ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് യാത്രാ ഭത്ത. എന്താണ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ? ജോലിസ്ഥലത്തിനും താമസ സ്ഥലത്തിനുമിടയിൽ യാത്ര ചെയ്യുന്ന ഉദ്ദേശത്തിന് വേണ്ടി ജീവനക്കാർക്ക് നൽകിയ തുകയാണ് ട്രാവലിംഗ് അലവൻസ്. ജോലിസ്ഥലത്തിനും താമസ സ്ഥലത്തിനുമിടയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് യാത്രാ അലവൻസ്, ട്രാവലിംഗ് അലവൻസ്. അടുത്ത, ഇതിനു പുറമെ മറ്റു അലവൻസുകളും ജീവനക്കാർക്ക് ലഭിക്കാറുണ്ട്. അതേതൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, വാഷിംഗ് അലവൻസ് എക്സെട്ര. ഇതിലേതൊക്കെ ഉൾപ്പെടുക? എഡ്യൂക്കേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, വാഷിംഗ് അലവൻസ് മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ചില ജോലികൾക്കൊക്കെ യൂണിഫോമുകൾ ഉണ്ടായിരിക്കും. നേഴ്സ്, പോലീസ് ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ അവർക്ക് യൂണിഫോം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതിനുള്ള വാഷിംഗ് അലവൻസ് സാധാരണ നൽകാറുണ്ട്. പ്രധാനപ്പെട്ട വരുമാന ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് വരുമാന ഘടകങ്ങൾ? ഒന്ന്, അടിസ്ഥാന ശമ്പളം. പേ സ്കെയിലിലുള്ള ശമ്പളമാണ് അടിസ്ഥാന ശമ്പളം. എന്തെങ്കിലും എക്സ്ട്രാസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പുള്ള അടിസ്ഥാന ശമ്പള നിരക്കാണ് ബേസിക് പേ. ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത. വിലക്കയറ്റം മൂലം പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുന്നതിന് നഷ്ടപരിഹാരമായി നൽകുന്ന തുകയാണ് ക്ഷാമബത്ത. നെക്സ്റ്റ് വന്നത് ഡിയർനെസ് പേ, ക്ഷാമവേതനം. അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്ന ക്ഷാമബത്തയുടെ ഭാഗമാണ് ഡിയർനെസ് പേ. ഗ്രേഡ് പേ, ജീവനക്കാരൻ്റെ ഉദ്യോഗ പദവിക്ക് അനുസരിച്ച് അടിസ്ഥാന ശമ്പളവുമായി കൂട്ടുന്ന തുകയാണ് ഗ്രേഡ് പേ. വീട്ടുവാടക ഭത്ത, ഹൗസ് റെന്റ് അലവൻസ്. പാർപ്പിട സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് HRA, ഹൗസ് റെന്റ് അലവൻസ്, വീട്ടുവാടക ഭത്ത. യാത്രാ ഭത്ത, ട്രാവലിംഗ് അലവൻസ്. എന്താണ് ട്രാവലിംഗ് അലവൻസ്? ജോലി സ്ഥലത്തിനും താമസ സ്ഥലത്തിനുമിടയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ജീവനക്കാർക്ക് നൽകുന്ന തുകയാണ് ട്രാവലിംഗ് അലവൻസ്. മറ്റു അലവൻസുകൾ, ഇതിൽ വിദ്യാഭ്യാസ അലവൻസ്, മെഡിക്കൽ അലവൻസ്, വാഷിംഗ് അലവൻസ് മുതലായവ ഉൾപ്പെടുന്നു. ഇനി കിഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഡക്ഷൻ, ഒരു ജീവനക്കാരൻ്റെ വരുമാനങ്ങളിൽ നിന്ന് നിർബന്ധമായും കുറയ്ക്കേണ്ട കുറേ ഇനങ്ങളുണ്ട്. ആ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പ്രൊഫഷണൽ ടാക്സ്. തൊഴിൽ നികുതി. തൊഴിൽ, വ്യാപാരം, ഉദ്യോഗം എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്മേൽ സർക്കാർ ഈടാക്കുന്ന നികുതിയാണ് പ്രൊഫഷണൽ ടാക്സ്. സാധാരണമായി ഇത് ശേഖരിക്കുന്നത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ it is a tax on total income of employee levied by the state government. It is a tax on total income of employee levied by the state government. ജീവനക്കാരൻ്റെ മൊത്തം വരുമാനത്തിന്മേൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സാണ് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ തൊഴിൽ നികുതി. ജീവനക്കാരുടെ മൊത്തം വരുമാനത്തിന്മേൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയാണ് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ തൊഴിൽ നികുതി. ഇത് നിർബന്ധമായിട്ടും ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കേണ്ട ഒന്നാണ്. 2, പ്രൊവിഡൻറ്റ് ഫണ്ട്, PF, പ്രൊവിഡൻറ്റ് ഫണ്ട്.
സാമൂഹിക സുരക്ഷയുടെ ഭാഗമായി നടത്തുന്ന നിയമപരമായ കിഴിവാണ് PF. നിർബന്ധമായിട്ടും അടിസ്ഥാന ശമ്പളത്തിൻ്റെ നിശ്ചിത ശതമാനം PFലേക്ക് അടച്ചിരിക്കണം. ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഈ PF പലിശ സഹിതം നമ്മൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. PF എന്നാൽ എന്താണ്? It is a statutory deduction decided by the central government from time to time under Provident Fund Act. It is a statutory deduction decided by the central government from time to time under Provident Fund Act. Provident Fund നിയമപ്രകാരം കാലാകാലങ്ങളിൽ സർക്കാർ നിശ്ചയിച്ച നിയമപരമായ കിഴിവാണ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിന് കീഴിൽ കാലാകാലങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ച ഒരു നിയമപരമായ കിഴിവാണ് പ്രൊവിഡന്റ് ഫണ്ട്. നിർബന്ധമായും എല്ലാ ജീവനക്കാരും അവരുടെ ശമ്പളത്തിൻ്റെ നിശ്ചിത ശതമാനം PFലേക്ക് അടച്ചിരിക്കണം. അടുത്തത് TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഒരു നിശ്ചിത തുകയിൽ കൂടുതലുള്ള എല്ലാ ജീവനക്കാരും ആദായ നികുതി ഇൻകം ടാക്സ് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടതുണ്ട്. ഈ ഇൻകം ടാക്സ് മാസ തവണകളായി നമുക്ക് മുൻകൂറായി തന്നെ അടയ്ക്കാവുന്നതാണ്. അങ്ങനെ ഒരു വർഷത്തിൽ നൽകേണ്ട മൊത്തം ഇൻകം ടാക്സിൻ്റെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് TDS എന്ന് പറയുന്നത്. It is the monthly installment of total income tax payable during the year. It is the monthly installment of total income tax payable during the year. വർഷത്തിൽ അടയ്ക്കേണ്ട മൊത്തം ആദായ നികുതിയുടെ പ്രതിമാസ ഗഡുവിനെയാണ് TDS എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ അടയ്ക്കേണ്ട മൊത്തം ഇൻകം ടാക്സിൻ്റെ പ്രതിമാസ ഗഡുവിനെയാണ് TDS എന്ന് പറയുന്നത്. TDS ഇത് നിർബന്ധമായിട്ടും ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കേണ്ട ഇനമാണ്. റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്. റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് വായ്പാ ഗഡു വീണ്ടെടുക്കൽ. തൊഴിലുടമയിൽ നിന്ന് ചിലപ്പോൾ എംപ്ലോയി വായ്പകൾ എടുത്തിട്ടുണ്ടാവാം. ഈ വായ്പകൾ പല ഗഡുക്കളായി എംപ്ലോയിയിൽ നിന്ന് തന്നെ അവരുടെ ശമ്പളത്തിൽ നിന്ന് എംപ്ലോയർ വീണ്ടെടുക്കാം, തിരിച്ചു പിടിക്കാം. അങ്ങനെ സ്ഥാപനത്തിൽ നിന്നും എംപ്ലോയി എടുത്ത ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് തുക ഇത് നിർബന്ധമായിട്ടും അയാളുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. This is the installment amount of any loan taken from the organization. സ്ഥാപനത്തിൽ നിന്നും എംപ്ലോയി എടുത്ത വായ്പയുടെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയാണ് റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്. സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയി എടുത്ത വായ്പയുടെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയാണ് റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. നിർബന്ധമായും ജീവനക്കാരൻ്റെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കേണ്ട ഒരു ഇനമാണ് ഇത്. അതർ ഡിഡക്ഷൻ, മറ്റു കിഴിവുകൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ, ലൈഫ് ഇൻഷുറൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ്, അഡ്വാൻസ് സാലറി എക്സെട്ര. നേരത്തെ നമ്മൾ കണ്ട കിഴിവുകൾക്ക് പുറമെ മറ്റു ചില കിഴിവുകൾ കൂടി ഉണ്ടാവാം. അവരുടെ ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കേണ്ട മറ്റു കിഴിവുകളുണ്ട്. അത് ഏതെല്ലാമാണ്? അവയിൽ ചിലതാണ് റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ. നേരത്തെ നമ്മൾ പറഞ്ഞു നിശ്ചിത ശതമാനം നിർബന്ധമായിട്ടും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം, PF ആയിട്ട് അടയ്ക്കണം. അങ്ങനെ അടച്ച തുകയിൽ നിന്ന് വായ്പ നമുക്കെടുക്കാം. എടുത്ത വായ്പ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടയ്ക്കണം. റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ. PFൽ നിന്ന് എടുത്ത ലോണിനെയാണ് PF ലോൺ എന്ന് പറയാം.
അത് തിരിച്ചടയ്ക്കുന്നതിനെയാണ് റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കേണ്ട ഇനമാണ്. ലൈഫ് ഇൻഷുറൻസ്, LIC പോളിസി എടുത്ത ആളുകളുണ്ടെങ്കിൽ ആ LICയുടെ പ്രീമിയം എമൗണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കണം. ഫെസ്റ്റിവൽ അഡ്വാൻസ് ഓണത്തിനൊക്കെ 15,000 രൂപ അഡ്വാൻസ് എമൗണ്ട് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആയിട്ട് തരാറുണ്ട്. 5 മാസം കൊണ്ട് ഈ എമൗണ്ട് നമുക്ക് തിരിച്ചടച്ചാൽ മതി. 15,000 രൂപയാണ് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ് തരുന്നത്. അത് 5 തവണയായിട്ട് പലിശയില്ലാതെ നമുക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഈ ഫെസ്റ്റിവൽ അഡ്വാൻസ് തിരിച്ചടവ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറയുന്ന ഇനമാണ്. അഡ്വാൻസ് സാലറി, ഇതുപോലെ തന്നെ സാലറി മുൻകൂറായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതും എന്ത് ചെയ്യണം, നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഇനങ്ങളാണ്. മറ്റു കിഴിവുകളിൽ വന്നത് PF വായ്പയുടെ തിരിച്ചടവ്, ലൈഫ് ഇൻഷുറൻസ്, LIC, ഉത്സവ അഡ്വാൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ് ശമ്പളം തുടങ്ങിയവ ഈ മറ്റു കിഴിവുകളിൽ ഉൾപ്പെടുന്നു. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട കിഴിവുകൾ? ഒന്ന് പ്രൊഫഷണൽ ടാക്സ്, തൊഴിൽ നികുതി. എംപ്ലോയിയുടെ മൊത്തം വരുമാനത്തിന്മേൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സാണ് പ്രൊഫഷണൽ ടാക്സ്, തൊഴിൽ നികുതി. പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ടിന് കീഴിൽ കാലാകാലങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു നിയമപരമായ കിഴിവാണ് PF. TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ഒരു വർഷത്തിൽ നൽകേണ്ട മൊത്തം ആദായ നികുതിയുടെ മാസഗഡുവിനെയാണ് അല്ലെങ്കിൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് TDS എന്ന് പറയുന്നത്. റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്, വായ്പാ ഗഡു വീണ്ടെടുക്കൽ. എംപ്ലോയിയിൽ നിന്നും ജീവനക്കാരൻ എടുത്ത ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയാണ് ഇത്. മറ്റു കിഴിവുകൾ, അതർ ഡിഡക്ഷൻ, PF ലോൺ തിരിച്ചടവ്, LIC, ഫെസ്റ്റിവൽ അഡ്വാൻസ് സാലറി, ഇതല്ലാതെയുമുണ്ട് SLI, GIS എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഇനങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ അതർ ഡിഡക്ഷനിൽ വരുന്നുണ്ട്. ഇനി പേറോൾ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ശമ്പള പട്ടിക നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. പേറോൾ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അതിലെ ആദ്യത്തെ ഘടകം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബേസിക് പേ ഏൺഡ്, BPE, ബേസിക് പേ ഏൺഡ്. എന്താണ് ഈ ബേസിക് പേ ഏൺഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പേ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ഡ്യൂറിങ് ദ മന്ത്. ഇറ്റ് ഈസ് ദ പേ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ഡ്യൂറിങ് ദ മന്ത്. മാസത്തിൽ പ്രവർത്തിച്ച ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയ ശമ്പളമാണ് ബേസിക് പേ ഏൺഡ്. ഒരു മാസത്തിൽ പ്രവൃത്തി ചെയ്ത ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച ശമ്പളമാണ് BPE, ബേസിക് പേ ഏൺഡ്. ഒരു മാസത്തിൽ പ്രവർത്തിച്ച ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച ശമ്പളമാണ് BPE. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? അതിനുള്ള ഫോർമുല എന്താണ്? BPE കാണാനുള്ള ഫോർമുല ഇതാണ്. ബേസിക് പേ ഏൺഡ് ഈസ് ഈക്വൽ ടു ബേസിക് പേ ഇൻറ്റു നമ്പർ ഓഫ് ഇഫക്റ്റീവ് ഡേയ്സ് പ്രസൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്. ബേസിക് പേ ഇൻറ്റു നമ്പർ ഓഫ് ഇഫക്റ്റീവ് ഡേയ്സ് പ്രസൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്. എന്താണ് NOEDP? നമ്പർ ഓഫ് ഇഫക്റ്റീവ് ഡേയ്സ് പ്രസൻറ്റ്, ഹാജരായ ദിവസങ്ങളുടെ എണ്ണം, ഒരു മാസത്തിൽ ഹാജരായ ദിവസങ്ങളുടെ എണ്ണം. എന്താണ് NODM? NODM എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ മന്ത്, ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം. ബേസിക് പേ ഏൺഡ് കാണാനുള്ള സൂത്രവാക്യം അടിസ്ഥാന ശമ്പളം ഇൻറ്റു ഒരു മാസത്തിൽ ഹാജരായ ദിവസങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം. 30 ദിവസമാണ് ഒരു മാസത്തിൽ ഉള്ളത് എന്ന് കണക്കാക്കാം. അതിൽ
2 അനധികൃത ലീവ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 28 ദിവസത്തെ ശമ്പളം മാത്രമേ കിട്ടുകയുള്ളൂ അല്ലേ? അപ്പോൾ എൻ്റെ അടിസ്ഥാന ശമ്പളം 50,000 രൂപയാണ് എങ്കിൽ ആ മാസത്തിൽ ഞാൻ നേടിയ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 50,000 ഇൻറ്റു ഹാജരായ ദിവസങ്ങളുടെ എണ്ണം 28 ഡിവൈഡഡ് ബൈ ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം 30. ഇങ്ങനെയാണ് നമ്മൾ ബേസിക് പേ ഏൺഡ് കണക്കാക്കുന്നത്. ഇനി ഡി എ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസിക് പേ ഏൺഡിന്മേലാണ്. ബേസിക് പേ ഏൺഡിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഡി എ ഉണ്ടായിരിക്കുക. ബേസിക് പേ ഡി എ കാണുന്നത് ഇങ്ങനെയാണ്: ബേസിക് പേ ഏൺഡ് ഇൻറ്റു റേറ്റ് ഓഫ് ഡി എ. റേറ്റ് ഓഫ് ഡി എ റേറ്റ് 50,000 ആണ് ബേസിക് പേ ഏൺഡ് എന്ന് കണക്കാക്കുക. 10% ഡി എ എങ്കിൽ 50,000 ഇൻറ്റു 10/100. ആ 50,000വും അതിൻ്റെ കൂടെ ഈ 10% ഡി എയും നമ്മൾ കൂട്ടണം. ഡി എ എപ്പോഴും ബേസിക് പേ ഏൺഡിന്മേലാണ് കണ്ടുപിടിക്കുക. എച്ച് ആർ എയും ഇതുപോലെ തന്നെ ബേസിക് പേ ഏൺഡിന്മേലാണ് എച്ച് ആർ എ നൽകുന്നത്. ബേസിക് പേ ഏൺഡിന്മേലാണ് എച്ച് ആർ എ കാണുന്നത്. ചിലപ്പോൾ അത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. എച്ച് ആർ എ കാണാനുള്ള സൂത്രവാക്യം ഇതാണ്: ബേസിക് പേ ഏൺഡ് ഇൻറ്റു റേറ്റ് ഓഫ് എച്ച് ആർ എ. റേറ്റ് ഓഫ് എച്ച് ആർ എ അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട്. ടി ആർ എ ട്രാവലിംഗ് അലവൻസ്, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. ഫിക്സഡ് എമൗണ്ട് ആണ്. സാധാരണ ഒരു ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. അല്ലെങ്കിൽ ചിലപ്പം ബി പി ഇൻമേലായിരിക്കാം. അത് ക്വസ്റ്റ്യൻ നോക്കണം നമുക്ക്. ഇനി ടോട്ടൽ ഏണിങ്സ് എന്നാൽ എന്താണ്? ആകെ വരുമാനം എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഏണിങ്സ്. എല്ലാ വരുമാനങ്ങളുടെയും ആകത്തുകയാണ്. എല്ലാ വരുമാനങ്ങളുടെയും ആകത്തുകയാണ് ടോട്ടൽ ഏണിങ്സ് അല്ലെങ്കിൽ ഗ്രോസ് സാലറി. എൻ്റെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ, ഈ 3 കൂട്ടിയാലാണ് എൻ്റെ ഗ്രോസ് സാലറി. എനിക്ക് ലഭിക്കാനുള്ള വരുമാനങ്ങളുടെ ആകത്തുകയാണ് ഗ്രോസ് സാലറി. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഏണിങ്സ്. എല്ലാ വരുമാനങ്ങളുടെയും ആകത്തുകയാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി കാണാനുള്ള സൂത്രവാക്യം ഇതാണ്: ടോട്ടൽ ഏണിങ്സ്. ഇതിലുള്ള ഏതെങ്കിലും ഇനങ്ങളായിരിക്കും ഉണ്ടാവുക, ഏതെങ്കിലും ഇനങ്ങളായിരിക്കും പിന്നെ വരിക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ ആണ്. എന്നാൽ ഒരു പോലീസുകാരനെ സംബന്ധിച്ചാണെങ്കിൽ ബേസിക് പേ ഏൺഡ് പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ പ്ലസ് വാഷിംഗ് അലവൻസ് അയാൾക്ക് ഉണ്ടായിരിക്കും. വാഷിംഗ് അലവൻസ്. എന്നാൽ ചില ആളുകൾക്ക് ടി ആർ എ ഉണ്ടായിരിക്കാം, ഗ്രേഡ് പേ, ഡി പി, ഡിയർനെസ് പേ, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം തന്നെ വരുമാനങ്ങളാണ്. ഇതെല്ലാം തന്നെ ഈ കാണുന്നതെല്ലാം തന്നെ വരുമാന ഘടകങ്ങളാണ്. അപ്പോൾ എല്ലാ വരുമാന ഘടകങ്ങളുടെയും ആകത്തുകയാണ് നമ്മൾ ഗ്രോസ് സാലറി അല്ലെങ്കിൽ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ ഏണിങ്സ് കാണാനുള്ള സൂത്രവാക്യം ബേസിക് പേ ഏൺഡ് പ്ലസ് ഡിയർനെസ് അലവൻസ് പ്ലസ് എച്ച് ആർ എ പ്ലസ് ടി ആർ എ പ്ലസ് ഗ്രേഡ് പേ പ്ലസ് ഡിയർനെസ് പേ പ്ലസ് വാഷിംഗ് അലവൻസ് പ്ലസ് മെഡിക്കൽ അലവൻസ് പ്ലസ് എഡ്യൂക്കേഷൻ അലവൻസ് പ്ലസ് ഓവർ ടൈം അലവൻസ് എക്സെട്ര. സാധാരണ ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ച് ആദ്യത്തെ 3 ഉറപ്പായി ഉണ്ടാവും: ബേസിക് പേ, ഡി എ, എച്ച് ആർ എ. പിന്നീട് ജോലിയുടെ സ്വഭാവം അനുസരിച്ച് മറ്റു ചില ഘടകങ്ങൾ കൂടി വരാം. എന്താണ് ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ജീവനക്കാരന് ലഭിക്കാനുള്ള എല്ലാ വരുമാനങ്ങളുടെയും ആകെത്തുകയ്ക്ക് പറയുന്ന പേരാണ് ടോട്ടൽ ഏണിങ്സ് അല്ലെങ്കിൽ ഗ്രോസ് സാലറി. ഇനി ഡിഡക്ഷൻ എങ്ങനെയൊക്കെ കാണാം? പി എഫ്, ബേസിക് പേ ഏൺഡിൻ്റെ ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് പി എഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എത്രയാണ് പി എഫിൻ്റെ റേറ്റ് എന്ന് നോക്കുക. ജീവനക്കാരൻ്റെ ബേസിക് പേ തന്നിട്ടുണ്ടായിരിക്കും. ആ ബേസിക് പേ ഏൺഡിൻ്റെ നിശ്ചിത ശതമാനം പി എഫ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. പി എഫ് കാണാനുള്ള സൂത്രവാക്യം ഇതാണ്: ബേസിക് പേ ഏൺഡ് ഇൻറ്റു പി എഫ് റേറ്റ്. ടി ഡി എസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. ഇത് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് അല്ലേ? എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഇതിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്,
റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. ഇതും എന്താണ്, ഒരു നിശ്ചിത തുക എല്ലാ മാസവും കുറയ്ക്കും. ഫിക്സഡ് എമൗണ്ട് ഡിഡക്റ്റഡ് എവറി മന്ത്, ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ കുറയ്ക്കുന്നു. ഒരു ഫിക്സഡ് എമൗണ്ടാണ് റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്. പ്രൊഫഷൻ ടാക്സ് അതൊരു ഫിക്സഡ് എമൗണ്ടാണ്, ഒരു നിശ്ചിത തുകയാണ് പ്രൊഫഷൻ ടാക്സ്. ഇതെല്ലാം എന്താണ്, കിഴിവുകളാണ്. കിഴിവുകൾ കാണുന്നതും ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ബേസിക് പേ അടിസ്ഥാനമാക്കിയിട്ടാണ് പല മറ്റു ഘടകങ്ങൾ കണ്ടു. PF കണ്ടുപിടിക്കുന്ന ബേസിക് പേ ഏണ്ടിന്മേലാണ്. ഇനി ടോട്ടൽ ഡിഡക്ഷൻ എന്നാൽ എന്താണ്? ടോട്ടൽ ഡിഡക്ഷൻ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡിഡക്ഷൻ. ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറവ് വരുത്തേണ്ട എല്ലാ ഇനങ്ങളുടെയും ആകെത്തുകയ്ക്ക് പറയുന്ന പേരാണ് ടോട്ടൽ ഡിഡക്ഷൻ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡിഡക്ഷൻ. എല്ലാ കിഴിവുകളുടെയും ആകെത്തുകയാണ് ടോട്ടൽ ഡിഡക്ഷൻ. എല്ലാ കിഴിവുകളുടെയും ആകെത്തുകയാണ് ആകെ കിഴിവ്, ടോട്ടൽ ഡിഡക്ഷൻ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡിഡക്ഷൻ. എല്ലാ കിഴിവുകളുടെയും ആകെത്തുകയാണ് ടോട്ടൽ ഡിഡക്ഷൻ. എങ്ങനെ നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിഡക്ഷൻ ഈസ് ഈക്വൽ ടു PF പ്ലസ് പ്രൊഫഷൻ ടാക്സ് പ്ലസ് TDS പ്ലസ് റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ പ്ലസ് LIC പ്ലസ് GIS. GIS എന്നാൽ ജനറൽ ഇൻഷുറൻസ് സ്കീം. GIS. SLI സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്. ഫെസ്റ്റിവൽ അലവൻസ്. അഡ്വാൻസ് സാലറി. ഇതിൽ ഇവയുടെ ആകെത്തുകയാണ് നമ്മൾ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കാവുന്ന, ഡിഡക്ഷൻ നടത്താവുന്ന പരമാവധി ഇനങ്ങളാണിത്. ഒരു ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും കുറയ്ക്കേണ്ട എല്ലാ ഇനങ്ങളുടെയും ആകെ തുകയ്ക്ക് പറയുന്ന പേരാണ് ടോട്ടൽ ഡിഡക്ഷൻ. ഒരു ജീവനക്കാരൻ്റെ വരുമാനത്തിൽ നിന്നും കുറയ്ക്കേണ്ട എല്ലാ ഇനങ്ങളുടെയും ആകെ തുകയ്ക്ക് പറയുന്ന പേരാണ് ടോട്ടൽ ഡിഡക്ഷൻ. ആ ടോട്ടൽ ഡിഡക്ഷനുകളിൽ വരാവുന്ന പരമാവധി ഇനങ്ങളാണ് ഇവ: PF, പ്രൊഫഷൻ ടാക്സ്, TDS, റിക്കവറി ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്, റീപേയ്മെൻറ്റ് ഓഫ് PF ലോൺ, LIC, GIS, SLI, ഫെസ്റ്റിവൽ അഡ്വാൻസ് സാലറി മുതലായവ. ഇതിൽ ഉള്ള ഏതെങ്കിലും 2-3 മാത്രമേ പരീക്ഷയ്ക്ക് വരാറുള്ളൂ. ഇനി അവസാനമായി നമ്മൾ നോക്കുന്നത് എന്താണ് നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കും നെറ്റ് സാലറി? വരുമാനമുണ്ട്, ആ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കേണ്ട കുറേ ഇനങ്ങളുണ്ട്. അങ്ങനെ വരുമാനത്തിൽ നിന്നും കുറയ്ക്കേണ്ട ഇനങ്ങളുടെ തുക കുറച്ചതിന് ശേഷം ലഭിക്കുന്ന തുകയാണ് എംപ്ലോയിക്ക് നമ്മൾ നൽകുന്നത്. എംപ്ലോയിക്ക് നൽകുന്നത്. അങ്ങനെ എംപ്ലോയിക്ക് നൽകേണ്ട തുകയ്ക്കാണ് നമ്മൾ നെറ്റ് സാലറി എന്ന് പറയുന്നത്. ജീവനക്കാർക്ക് നൽകേണ്ട തുകയാണ് നെറ്റ് സാലറി. നെറ്റ് സാലറി. ഇറ്റ് ഈസ് ദ എമൗണ്ട് പേയബിൾ ടു എംപ്ലോയി. എംപ്ലോയിക്ക് നൽകേണ്ട തുകയാണ് നെറ്റ് സാലറി. എങ്ങനെ നമ്മൾ നെറ്റ് സാലറി കാണുക? നെറ്റ് സാലറി കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? നെറ്റ് സാലറി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏണിങ്സ് മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. ടോട്ടൽ ഏണിങ്സ് എല്ലാ വരുമാനങ്ങളുടെയും ആകെ തുകയ്ക്കാണ് നമ്മൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത്. ആ തുകയിൽ നിന്നും വരുമാനത്തിൽ നിന്ന് കുറയ്ക്കേണ്ട എല്ലാ ഇനങ്ങളുടെയും ആകെ തുകയ്ക്കാണ് നമ്മൾ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ആ തുക കുറയ്ക്കുക. 50,000 രൂപ ടോട്ടൽ ഏണിങ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ച് 20,000-ഓളം രൂപ കിഴിവായിട്ട് വരുന്നു എങ്കിൽ 50,000 മൈനസ് 20,000 ഇസ് ഈക്വൽ ടു 30,000. 30,000 നെറ്റ് സാലറി. എംപ്ലോയിക്ക് നൽകേണ്ട തുകയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് സാലറി. ഇത്രയും കാര്യങ്ങൾ പേറോൾ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങൾ ഇത്രയുമാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട
കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.